മട്ടന്നൂരിൽ ഒരു കനാൽ ഇടിഞ്ഞ് വെള്ളം ഒഴുകി. കാര കനാലാണ് ഇന്നലെ രാത്രിയോടുകൂടി ഇടിഞ്ഞത്. അപകട ഭീഷണിയെ തുടർന്ന് 5 കുടുംബങ്ങൾ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. നിഖിൽ കണ്ണൂരിൽ നിന്നും നമുക്കൊപ്പം ചേരുന്ന വിവരങ്ങളുമായിട്ട്. നിഖിലെ, എന്താ നിലവിലെ സാഹചര്യം? സേതു, ഏതായാലും ഇപ്പോൾ നിലവിൽ 4 വീടുകളിൽ വെള്ളം കയറിയ അവസ്ഥ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. കീഴല്ലൂർ പഞ്ചായത്തിലെ 11ാം വാർഡ് തെളിപ്പ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഇന്നലെ രാത്രി 11:30യോടുകൂടി പഴശ്ശി പദ്ധതിയുടെ പ്രധാന കനാലിൻ്റെ ഒരു വശം ഇടിഞ്ഞ് താഴ്ന്നത്. ഇതോടുകൂടി വെള്ളം കുത്തി ഒഴുകുകയായിരുന്നു. 10ഓളം വീടുകളെയാണ് ബാധിച്ചിരിക്കുന്നത്. ഇന്നലെ ഒരു 11:30 ആ സമയത്തായതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി എന്നുകൂടി പറയേണ്ടി വരും. ആളുകൾ ഉറങ്ങി തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ അധികൃതർ എത്തുകയും അവിടെ നിന്ന് പരമാവധി വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റുകയും ചെയ്തു. 4 വീടുകളിൽ ഏകദേശം 1 നിലയോളം വരെ വെള്ളം കയറിയ വീടുകൾ ഉൾപ്പെടെ പ്രദേശത്തുണ്ട്. മാത്രമല്ല, വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷകൾ, കാറുകൾ തുടങ്ങിയ വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണുള്ളത്. മാത്രമല്ല, വീടുകളിലെ സാധനങ്ങളൊന്നും തന്നെ മാറ്റാനുള്ള സമയം ആളുകൾക്ക് ലഭിച്ചിരുന്നില്ല. ഇവയെല്ലാം നശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വെള്ളം ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. ഈ 4 വീടുകൾ ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്. ഏകദേശം 2 വർഷം മുൻപ് ഈ മണ്ണിടിച്ചിലുണ്ടായതിൻ്റെ തൊട്ടടുത്ത് ഏകദേശം ഒരു 300 മീറ്റർ മാറി ഇതേ കനാലിൽ ഇടിവുണ്ടായിരുന്നു. അങ്ങനെ വലിയ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായതാണ്. 5 കോടിയോളം രൂപ ചെലവഴിച്ച ആ ഭാഗത്ത് കനാലിൻ്റെ നവീകരണ പ്രവൃത്തികളൊക്കെ നടത്തിയതിന് ശേഷം 1 വർഷമേ ആയിട്ടുള്ളൂ ഈ കനാൽ വഴി വീണ്ടും വെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിന് ചേർന്ന പ്രദേശത്താണ് ഇപ്പോൾ വീണ്ടും മണ്ണിടിച്ചിലും അതിനെ തുടർന്ന് വെള്ളം കുത്തിയൊഴുകുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. വലിയ അപകടം ഒഴിവായി എന്ന് ആശ്വസിക്കാം. പക്ഷേ ഇപ്പോഴും ഈ 4 വീടുകൾ വലിയ ദുരിതത്തിലാണുള്ളത്.